ഹലോ അമ്മ. എടാ മോനെ. എന്നാ അമ്മേ? മോനെ, നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞാൻ എങ്ങനെ വരാനാ അമ്മേ? അപ്പോൾ നീ വരുന്നില്ലേ? അടുത്ത മാസം 2-ന് അനുവിന്റെ ഡേറ്റ്. അത് നീ മറന്നില്ലല്ലോ? അറിയാം അമ്മേ, ഞാൻ എങ്ങനെ വരാനാ? ഡെയിലി 10-20 കേസാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസം രോഗികളുടെ എണ്ണം കൂടുക അമ്മേ. ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാമ്മേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അവിടെ കൂടെ ഉണ്ടാകണമെന്ന്. പിന്നെ രാവിലെ ഞാൻ അവളെ വിളിച്ചായിരുന്നു. അവൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവും. സാരമില്ലടാ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്നാലും മോന്റെ കാര്യം ഓർക്കുമ്പോഴാണ് അമ്മയ്ക്ക് സങ്കടം. ഓരോ ദിവസത്തെ വാർത്തകൾ കാണുമ്പോൾ പേടിയാവും. അന്നേരം പലപ്പോഴും ചിന്തിക്കും നീ ഒരു ഡോക്ടർ ആകണ്ടായിരുന്നെന്ന്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊരു ഡോക്ടറാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കഷ്ടപ്പെട്ടതും അമ്മയല്ലേ? അതേടാ, നീ നല്ല ഒരു ഡോക്ടറെ കാണാൻ അമ്മ ഒരുപാട് സ്വപ്നം കണ്ടതാ. നീ ഒരു ഡോക്ടർ ആയപ്പോൾ അമ്മ ഏറെ സന്തോഷിച്ചതുവാ. എന്നാലും അമ്മയുടെ മനസ്സിൽ ഇപ്പോഴൊരു പേടിയാടാ. അമ്മ എങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഒരു ഡോക്ടർ എന്ന നിലയിൽ സേവനം ചെയ്യാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരമായിട്ട് കണ്ടാൽ മതി. പിന്നെ നമ്മുടെ സുരക്ഷിതത്വം നമ്മളിൽ ഉറപ്പുവരുത്തണ്ടേ? പിന്നെ നിതിനോട് അച്ഛനോടും പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് പറയണം. എന്നാ പിന്നെ ശരിയമ്മേ, ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമായി. വെച്ചേക്കട്ടെ. നമസ്കാരം, ജില്ലാ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ജില്ലയിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന ഡോക്ടറെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. എന്നിൽ നിന്നും ഇനിയൊരു കൊറോണ രോഗി ഉണ്ടാകില്ല. ഈ ചങ്ങല നമുക്കിവിടെ പൊട്ടിക്കാം. നമ്മൾ തോറ്റുപോകാതിരിക്കാൻ, ഈ നാട് തോറ്റുപോകാതിരിക്കാൻ സർക്കാർ നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കാം. നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ മേഖലയിൽ സേവനം ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കും നമ്മൾക്കെന്നും ഒരു കാവലായി നിൽക്കുന്ന കേരള പോലീസിനും ഞങ്ങളുടെ വിഗ് സല്യൂട്ട്. പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക. കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പു